പൊട്ടത്തരം നിങ്ങൾ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള അപകടവും ഞാൻ ഓരോന്നായിട്ട് എണ്ണി പറയുമ്പോ നിങ്ങൾ ഇവിടെ ശബ്ദം ഉണ്ടാകാതെ. ഒന്ന്, നിങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പെരും നുണ. കോൺഗ്രസ് രാജ്യവിരുദ്ധരാണെന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അങ്ങനെയാണോ? ഈ രാജ്യം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, 19 വർഷം ഈ രാജ്യം ഭരിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസിന്റെ വേദനയൊന്നും ഞങ്ങളെയൊന്നും പഠിപ്പിക്കാൻ വേണ്ട. ഒരുത്തനും ഇന്ത്യയുടെ ദേശീയബോധം പഠിപ്പിക്കാൻ, ഈ രാജ്യം സൃഷ്ടിച്ച പാർട്ടിയെ ദേശീയബോധം പഠിപ്പിക്കാൻ ഒരുത്തനും പോകണ്ട. അഭിമുഖമല്ല. എന്റെ പൊന്ന് അനിൽ ബോസ്, പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ എന്ന ഹാൻഡിലിൽ വന്ന സന്ദേശങ്ങൾ അത് അതേപടി പാകിസ്ഥാനിലെ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ വരെ എടുത്ത് ട്വീറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഈ നിരോധനം കാണാൻ പറ്റും, ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഹാൻഡിലുകൾ. അതുകൊണ്ട് ദേശസ്നേഹികളുടെയാണ് അവിടെ നടക്കുന്നത്. വാർത്ത അനുസരിച്ചല്ലേ ഒരു രാജ്യം സംസാരിക്കട്ടെ. നിങ്ങൾ വർത്തമാനം പറയരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ദേശസ്നേഹികളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നോക്കൂ, അദ്ദേഹം ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതിനെ കുറിച്ച് നമ്മുടെ ചർച്ചയിലെ സഹപാനലിസ്റ്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് മാത്രം കരുതണ്ട, എല്ലാവരും ഉണ്ടായിരുന്നു, ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എനിക്ക് വലിയ അതിശയം തോന്നിയത് അതേ അനിൽ ബോസ് തന്നെ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കോൺഗ്രസിന് ഇതൊക്കെ അറിയാമെന്നാണ്. ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒറ്റയ്ക്കാ? കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള സംഭാവനയാണോ ഭരണഘടന? വേറെ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തൊക്കെ വിട്ടിത്തമായി പറയുന്നത്? അപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വരുന്ന സമയത്ത് എല്ലാവരും ചേട്ടാ, അന്ന് ബി ജെ പി ഇല്ല. RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അന്ന് BJP ഇല്ല. ഹിന്ദു മഹാസഭ ഉണ്ടല്ലോ. ഇവർക്കാർക്കും ഒരു കാര്യമില്ലെന്ന്. അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടെന്നേ. ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള ആൾക്കാർ ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള എത്രയോ ആൾക്കാരുടെ എത്രയോ പ്രസ്താവനകളും കാര്യങ്ങളും ചർച്ചകളിൽ ചേർന്നതിന് ശേഷം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഭരണഘടനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അറിയില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിനാണ് ക്യാൻസൽ കൾച്ചർ എന്ന് പറയുക. അതായത് ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം, ഞങ്ങളാണ് ഭരണഘടന. എന്താ താങ്കൾ ഇങ്ങനെ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് അസ്വസ്ഥത കാണിക്കുന്നത് എന്തിനാണ്? ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സംസാരിച്ച് സമയം കളയാൻ വേണ്ടി താങ്കൾ നോക്കുന്നു. ഞാൻ മറുപടി പറയുമ്പോ താങ്കൾ എന്തിനാ എന്റെ സമയത്ത് സംസാരിക്കുന്നത്? ഇത് താങ്കളുടെ അഭിമുഖം, മഞ്ജുഷും താങ്കളും തമ്മിലുള്ള അഭിമുഖം കാണാൻ എനിക്കല്ല ഞങ്ങള്. മഞ്ജുഷും അത് താങ്കളുടെ അവസരത്തിൽ പറയൂ. അത് മറ്റുള്ളവരോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മഞ്ജുഷും അനുഭവം തമ്മിലുള്ള അഭിമുഖമൊന്നും അല്ലത്. ഇതൊരു ചർച്ചയാണ്. ആ ചർച്ചയിൽ മറ്റുള്ള ആൾക്കാർ സംസാരിക്കും. ആ സമയത്ത് താങ്കൾ മിണ്ടാതിരിക്കണം. ഞാൻ ഇടപെടും. അഭിമാനം ഉണ്ടെന്നേ. അഭിമാനമുണ്ട്. താങ്കളുടെ ആത്മാഭിമാനത്തെ കളയുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ ചരിത്രപരമായ വിഡ്ഢിത്തം ഞാൻ തുറന്നു കാട്ടി. ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയല്ല, ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നുണ. എന്റെ പൊന്നു കേട്ടോ, ഞാൻ മറുപടി പറയല്ലേ? മനുഷ്യന്റെ
ഇതുവരെ സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ഒന്ന് ലോവർ ചെയ്യും. മറുപടി പറഞ്ഞില്ല. അതെന്താ കൊച്ചാപ്പ നമ്മൾ അലമ്പനാണെന്ന് പറഞ്ഞാൽ ഹിസ്റ്റീരിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ലോവർ ചെയ്യൂ. മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടേ? ഞാനിവിടെ ഷൗട്ടിംഗ് ഗെയിമിന് വേണ്ടി വന്നതല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഷൗട്ടിംഗ് ഗെയിമിനല്ല. താങ്കളൊന്നും മിണ്ടാതിരിക്കണ്ട. അനിൽബോസൊന്നും മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഭാഷണ പരമ്പരയല്ല, ഇതൊരു ചർച്ചയാണ്. ഇതൊരു ചർച്ചയാണ് ചേട്ടാ. അനിൽബോസ് ചേട്ടാ, ഇതൊരു ചർച്ചയാണ്. മറ്റുള്ള ആൾക്കാർ അഭിപ്രായം പറയും. മിണ്ടാതിരുന്ന് കേൾക്കുക, മിണ്ടാതിരുന്ന് കേൾക്കുക, അതിന് അഭിപ്രായം പറയില്ല. മറുപടി പറയത്തില്ലെന്ന് എന്റെ പൊന്ന അനിൽബോസെ, എന്റെ പൊന്ന അനിൽബോസെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അനിൽബോസെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്നോടൊരു ചോദ്യം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പൊട്ടത്തരം ഞാൻ തെളിഞ്ഞു കാട്ടുവാതെ. നിങ്ങൾ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള അപകടവും ഞാൻ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയുമ്പോ നിങ്ങൾ ഇവിടെ ശബ്ദം ഉണ്ടാക്കാതെ. ഒന്ന്, നിങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പെരും നുണ. ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ കോൺഗ്രസുകാർ മാത്രമല്ല, നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഈ 26 പേർ മരിച്ചതിനെ ഞാൻ ചെറുതായിട്ട് കണ്ടുവന്ന്. എമ്മാതിരി മര്യാദകരാണ് ശ്രീ അനിൽ ബോസ്. ഞാൻ ഈ ചർച്ചയിലോ ഇന്നേ വരെയുള്ള എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിലോ ഈ 26 പേർ മരിച്ചത് ചെറുതായിട്ട് കണ്ടോ? അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. നിങ്ങളുടെ സംസ്കാരമോ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ട്വിറ്ററിലെ ട്വീറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ അവിടെ ആഘോഷിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ നിങ്ങളുടെ മിണ്ടാതിരിക്കട്ടെ. ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ കിടന്ന് വേളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മാത്രം ഇതാണോ? നിങ്ങളുടെ KPCC മീറ്റിംഗോ? ഇതെന്താ നിങ്ങളുടെ KPCC മീറ്റിംഗോ? ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. 26 പേർ മരിച്ചത് ചെറുതായിട്ട് കാണരുത് എന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാഹേ? നിങ്ങൾ ആരാഹേ? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായവും പാകിസ്ഥാനിൽ ഒരിക്കലും ഉപയോഗിക്കില്ല. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യത്തിനെ അപമാനിച്ചു. ആ മര്യാദകേടിന്റെ 7 അയലത്ത് ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഒരാളും വന്നിട്ടില്ല. ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഷിംല പാക്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഷിംല പാക്ട് വന്നിരിക്കുന്ന 1971 65 വേറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. 65 ഈ അലക്സി കെസിഗിൻ 2 രാജ്യങ്ങളോടും പറയുകയാണ് ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി സമ്മതിച്ചെന്നേ. ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയും അവിടെ അയൂബ് ഖാനും സമ്മതിച്ചതിന് ശേഷമാണ് ഈ ചർച്ച നടത്തിയത്. 71 ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ലേ? കോൺഗ്രസ്സുകാർ ഇന്ത്യ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പാകിസ്ഥാൻ പറഞ്ഞത് എന്താ? ഷിംല എഗ്രിമെന്റ് ഞങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ഷിംല എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ നമ്മൾ അവിടെ പോയി അറ്റാക്ക് ചെയ്തത്. കാരണം ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് ഈ 2 രാജ്യങ്ങളും പോവില്ല എന്നും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്യാൻ പോവില്ല എന്നും അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിംല കരാറിലാന്നേ. ഈ ഷിംല കരാർ വയലേറ്റ് ചെയ്ത് പാകിസ്ഥാൻ പോയത് കൊണ്ടാണ് ഇന്ത്യ അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കടന്നു കയറിയത്. ഷിംല കരാറിലാണ് മധ്യസ്ഥതയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയ പിന്നെ ഇന്ത്യയോടൊപ്പം ചേർന്നിട്ടാണോ ഈ കരാർ എഴുതുന്നത്? അങ്ങനെ ഏത് കരാറാണ് ഉള്ളത്? അങ്ങനെ ഒരു കരാറുമില്ല. ഷിംല കരാറിൽ നിന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഇന്ത്യക്ക് പിന്നെ ആ കരാർ അംഗീകരിക്കേണ്ടത് കാര്യമില്ലാത്തത് കൊണ്ടാണ് ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഗുജറാത്ത് പ്രധാനമന്ത്രി ആയിരിക്കും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്ന് പറയുന്ന പോലുള്ള രാഷ്ട്രീയമാണ്. സോഫിയ ഖുറേഷിയെ അപലപിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ BJP MP അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി, ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മര്യാദകേടാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാമോ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ദേശവിരുദ്ധമായിട്ടുള്ള ട്വീറ്റുകൾ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് അനിൽ ബോസിന് പറയാൻ കഴിയുമോ? പ്രധാനമന്ത്രിയുടെ തല അവിടെ ഇല്ലാത്ത ചിത്രം വെച്ചിരിക്കുന്നത് മോശമാണെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രസ്താവനയല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടവരുത്തരുതായിരുന്നെന്ന് അനിൽ ബോസിന് പറയാൻ പറ്റുമോ? വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീഷ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. വടേറ്റിവാർ എന്ന് പറയുന്ന നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ ഭീകരവാദികൾ ആരുടെ മതം ചോദിച്ചിട്ടൊന്നും വെടിവെച്ചിട്ടൊന്നുമില്ല. മതം ചോദിക്കാനല്ലേ അവർക്ക് നേരമെന്ന്. ആരെയാണ് അപമാനിച്ചത്? അവിടെ വന്ന് ഈ ട്രോമ അനുഭവിച്ചിരിക്കുന്ന അവിടെ രക്തസാക്ഷികളുടെ ബന്ധുക്കളായിട്ടുള്ള സർവൈവേഴ്സിനെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാതെ കോൺഗ്രസിന്റെ MLA വടേറ്റിവാർ മഹാരാഷ്ട്രയിൽ അയാൾ അപമാനിച്ചു. നിങ്ങൾ അപലപിച്ചോ? അനിൽ ബോസ് അപലപിച്ചോ? നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തണ്ടലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപലപിക്കേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. RB തിമ്മപ്പൂർ നിങ്ങളുടെ കർണാടകയിലുള്ള എക്സൈസ് മന്ത്രി അങ്ങനെ പറഞ്ഞ എന്താ? മതം ചോദിച്ചുകൊണ്ട് ഒരു കൊലപാതകവും നടന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഉൾപ്പെടെ
സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പുല്ല് വില കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാ. നിങ്ങൾ അപലപിച്ചോ? നിങ്ങളുടെ മുഖ്യമന്ത്രി, അവിടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അങ്ങേര് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ അപലപിച്ചോ? ചുമ്മാ ഒരു സൈഡിലോട്ട് മാത്രം നോക്കി നിന്നിട്ട് നമ്മളെ ചരിത്രം പഠിപ്പിക്കാൻ നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത്, പ്രധാനമന്ത്രി പറയുന്നതിന് വരെ പ്യൂണിനെ കയറ്റിവിടരുതെന്ന്. പ്രധാനമന്ത്രി പറയുന്നതിന് പകരം പ്യൂണിനെ കയറ്റിവിടരുതെന്ന് പറഞ്ഞത് നിങ്ങളാ. പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്? പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്? ഹൈക്കമാൻഡ് കൾച്ചറുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെല്ലാവരും പ്യൂണാണെന്ന് തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന് മറ്റുള്ള ആൾക്കാരെ കിട്ടത്തില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതി.